ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് എന്നാൽ രുചിക്ക് ഒട്ടും കുറവ് വരാതെ തന്നെ ഒരു സോയാ ചങ്ക്സ് ഫ്രൈ ഉണ്ടാക്കിയാലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ സോയാ ചങ്ക്സ് തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് വെച്ചിരുന്നു കേട്ടോ. ഉപ്പിട്ടിട്ട് വേണം വെക്കാൻ. അപ്പോൾ അത് കുറച്ച് ചൂടാറിയതിന് ശേഷം നമുക്കതൊന്ന് പിഴിഞ്ഞെടുക്കാം. എന്നിട്ട് ഇതേ അങ്ങനെ എടുത്ത് വെച്ചതാട്ടത്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അല്പം മസാലപ്പൊടി, പിന്നെ ലാസ്റ്റ് കുറച്ച് പെരിഞ്ജീരകത്തിന്റെ പൊടി. ഇതൊന്ന് ചേർത്ത് പിന്നെ കുറച്ച് ഉപ്പും വേണം കേട്ടോ. ഇതെല്ലാം ചേർത്തിട്ട് നമുക്കൊന്ന് കൈ കൊണ്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാട്ടോ. ഇനി നമുക്ക് 2 ഐറ്റംസും കൂടി ചേർത്ത് കൊടുക്കാണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ അതേ കസ്തൂരി മെതി, പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായി കൈ കൊണ്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് വേണമെങ്കിൽ കുറച്ച് നേരം ഒന്ന് വെക്കുക കേട്ടോ, ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട്. ലാസ്റ്റ് കറിവേപ്പിലയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേഗം തന്നെ ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിലേക്ക് അല്പം ഓയിൽ ഒഴിക്കുക. നമ്മൾ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. കൂടുതൽ എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ സോയാ ചങ്ക്സ് എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്ത് എടുക്കുന്നത്. അത് നമുക്കിത് ഒരു സൈഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത സൈഡ് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് എടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നുള്ളൂ കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആണ്. ഒരു സൈഡ് നമ്മുടെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താലും മതി. എല്ലാ സൈഡും ഒന്ന് റെഡിയാക്കി കിട്ടാം. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആണ്.